السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അനുഗ്രഹങ്ങളുടെ മാസമായ വിശുദ്ധ റമദാൻ അല്ലാഹുവിന്റെ കാരുണ്യവും ഔദാര്യവുമെല്ലാം തന്റെ അടിമകളിലേക്ക് ധാരാളമായി വർഷിക്കുന്ന അമൂല്യമായ സമയം. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലതയെക്കുറിച്ച് വിശ്വാസികൾ തീർച്ചയായും തിരിച്ചറിയുകയും ആ റഹ്മത്ത് നേടിയെടുക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനയും പ്രവൃത്തിയും ഉണ്ടായിത്തീരേണ്ടുന്ന സന്ദർഭം കൂടിയാണിത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നതായ ഒരു തിരുവചനത്തിൽ നമ്മൾക്കിങ്ങനെ കാണുവാൻ സാധിക്കും. ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ജഅലല്ലാഹു റഹ്മത മിഅത ജുസ്ഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തെ 100 ഭാഗിക്കുകയാണ്. എന്നിട്ട് അതിൽ 99 അല്ലാഹു സുബ്ഹാനഹു വ തആല അവങ്കൽ പിടിച്ചു വെക്കുകയുണ്ടായി. വ ഉൻസില ഫിൽ അർള് ജുസ്അൻ വാഹിദ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കിയത് അവന്റെ കാരുണ്യത്തിന്റെ ഒരംശം മാത്രമാണ്. അപ്പൊ കാരുണ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 100 ഭാഗിക്കുകയും 99 ഭാഗം അല്ലാഹു സ്വന്തമാക്കുകയും ഒരു ഭാഗം മാത്രം ഭൂമിയിലേക്ക് ഇറക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കിയ ആ 1% വരുന്ന ഒരംശം വരുന്ന ആ കാരുണ്യം കൊണ്ടാണ് സൃഷ്ടികൾ പരസ്പരം കരുണ കാണിക്കുന്നത്. മാതാവിന് തന്റെ സന്താനത്തോടുള്ള കാരുണ്യം, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും സഹോദരന് സഹോദരിയോടും പരസ്പരം സഹോദരങ്ങളും അയൽപ്പക്കക്കാരും എന്ന് വേണ്ട മനുഷ്യർ അഖിലം ഈ ഭൂമിയിലെ സർവ്വജീവവർഗങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ആ സ്നേഹവും കാരുണ്യവുമെല്ലാം അല്ലാഹു ഇറക്കിയ ആ വിശാലമായ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരംശം മാത്രമാണ് എന്നാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഒരു മൃഗം തന്റെ കുട്ടിക്ക് ആപത്ത് ബാധിക്കുമോ എന്ന ഭയം നിമിത്തം ആ കുഞ്ഞിന്റെ ശരീരത്തിൽ തട്ടാതെ കുളമ്പ് ഉയർത്തിപ്പിടിക്കുന്നത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ കാരുണ്യത്തിൽപ്പെട്ടതാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തന്ന അല്ലാഹുവിന്റെ ഈ കാരുണ്യത്തിന്റെ വിശാലത എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അല്ലാഹു തആല എന്തിനായിരിക്കും ഈ 99 ഭാഗം വരുന്നതായ കാരുണ്യത്തെയും പിടിച്ചുവെച്ചത്? ഈ ഭൂമിയിൽ പലപ്പോഴും സൃഷ്ടാവിനെതിരിൽ അധർമ്മങ്ങളും അവന്റെ കോപമുണ്ടാക്കുന്ന വാക്കും പ്രവൃത്തിയും മനുഷ്യരിൽ നിന്ന് എമ്പാടുമുണ്ടായിത്തീരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കാരുണ്യത്തെ കാത്തുസൂക്ഷിച്ചതാകട്ടെ, ആ കാരുണ്യത്തെ അല്ലാഹു തആല പിടിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്റെ ദാസന്മാരുടെ മേൽ അന്ത്യനിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ നടത്തുവാൻ വേണ്ടിയിട്ടാണ്. അവൻ ആ കാരുണ്യം തന്റെ ദാസന്മാരുടെ മേൽ വർഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. എത്ര മഹത്വപൂർണനാണ് നമ്മുടെ രക്ഷിതാവ്, എത്രത്തോളം വലിയ വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയാണ് നമ്മളുടെ റബ്ബ് എന്ന് നാം ആലോചിക്കണം. ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് തന്റെ അനുചരന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ കുറെ യുദ്ധ തടവുകാരെ കൊണ്ടുവരപ്പെടുകയാണ്. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ വേവലാതിപ്പെട്ട് ഓടി നടക്കുന്നുണ്ട്. അതിന്റെ കാരണം തന്റെ കുഞ്ഞിനെ യുദ്ധക്കെടുതികളുടെ ഇടയിൽ നഷ്ടമായി തീർന്നിരിക്കുകയാണ്. ഏതൊരു മാതാവിനാണ് തന്റെ കുഞ്ഞിനെ യുദ്ധരംഗത്ത് വെച്ച് നഷ്ടമായി തീർന്നു കഴിഞ്ഞാൽ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുക? ഓരോ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും അടുക്കലേക്ക് ആ സ്ത്രീ ഓടിച്ചെല്ലുന്നുണ്ട്. തന്റെ കുഞ്ഞാണോ എന്നറിയാൻ പല കുട്ടികളെയും പിടിച്ച് ആ സ്ത്രീ നോക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ അവരുടെ ഇടയിലൂടെ ഓടി പരതി നടന്ന്
തന്റെ കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ ഒടുവിൽ ആ കുട്ടിയെ കണ്ടെത്തി ആ കുഞ്ഞിനെ എടുത്ത് മാറോടണയ്ക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രംഗങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിന്നിട്ട് തന്റെ അനുചരന്മാരോട് ചോദിച്ചു, ആ സ്ത്രീ തന്റെ കുഞ്ഞിനെ തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? സ്വഹാബിമാരൊന്നടങ്കം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എങ്ങനെയാണ് ആ ഉമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയാൻ കഴിയുക? ഇല്ല, ഒരിക്കലും സാധ്യമല്ല. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നാൽ ആ സ്ത്രീക്ക് അവളുടെ കുട്ടിയോടുള്ളതിനേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹുവിന് തന്റെ ദാസന്മാരോടുള്ളതായ കാരുണ്യം. അഥവാ അല്ലാഹു തആല ഒരിക്കലും നരകാഗ്നിയിലേക്ക് പതിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്റെ അടിമകളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അള്ളാഹുവിന്റെ കാരുണ്യത്തെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യം വരിഞ്ഞൊഴുകുന്ന വിശുദ്ധമായ റമളാനിന്റെ അനുഗ്രഹപൂർണമായ സമയങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അള്ളാഹുവിന്റെ ഈ കാരുണ്യം നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ എത്ര വലിയ അപകടകരമായിരിക്കും അത് എന്നുള്ളത് നാം ആലോചിച്ചിട്ടുണ്ടോ? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് നടത്തുന്ന ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പന ഇങ്ങനെയാണ്, വഖുർ റബ്ബിഗ്ഫിർ വറഹം വഅൻത ഖൈറുർ റഹീമീൻ. നബിയെ പറയണം, സത്യവിശ്വാസികളോട് പറഞ്ഞുകൊടുക്കണം. എന്താണ്? നിരന്തരം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, റബ്ബിഗ്ഫിർ വറഹം വഅൻത ഖൈറുർ റഹീമീൻ. എന്റെ രക്ഷിതാവേ, നീ എനിക്ക് പുറത്തു തരികയും എന്റെ മേൽ നീ കരുണ വർഷിക്കുകയും ചെയ്യണമേ. കാരണം നീ കാരുണികരിൽ ഏറ്റവും ഉത്തമനാണല്ലോ. അതെ, കാരുണ്യം തന്റെ അടിമകൾക്ക് എമ്പാടും ഓസാരമായി നൽകുന്ന കാരുണ്യവാനായ റബ്ബ് ഈ റമളാനിൽ ഓരോ മനുഷ്യന്റെയും ആവലാദികളും വേവലാദികളും സ്വീകരിക്കുകയും അവർക്ക് അല്ലാഹു തആല കരുണ നൽകുകയും ചെയ്യുമ്പോൾ സഹോദരങ്ങളെ, ആ കാരുണ്യം നമ്മളും നേടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തത്തക്കവണ്ണം നമ്മളുടെ വിശ്വാസത്തെയും പ്രവൃത്തിയെയും പരിശുദ്ധമാക്കി മുന്നോട്ടു പോവുക. നാഥനായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.